സംസ്ഥാന ബജറ്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU കട്ടപ്പന ഏരിയ കമ്മിറ്റി അഭിവാദ്യ സംഗമം നടത്തി. സംഘടനാ ജില്ലാ സെക്രട്ടറി MC ബിജു ഉദ്ഘാടനം ചെയ്തു. 2026 സംസ്ഥാന ബഡ്ജറ്റിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് നിരവധി ഗുണകരമായ പദ്ധതികളാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. തൊഴിലാളികളുടെ ഉപജീവനം വർദ്ധിപ്പിക്കുവാനും ക്ഷേമത്തിനുമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 20 കോടിയോളം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഇൻഷുറൻസ്, സ്മാർട്ട് സ്റ്റാൻഡുകൾ, ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് പലിശ ഇളവും ബോണസും തുടങ്ങിയ വിവിധങ്ങളായ പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കൂടാതെ ഇടുക്കി ജില്ലയുടെ തന്നെ വികസന മുന്നേറ്റത്തിന് കാരണമാകുന്ന കട്ടപ്പന തേനി കമ്പം തുരങ്കപാത ജില്ലയിലെ നാനാവിധത്തിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്ക് കാരണമാകും. തുരങ്കപാത വരുന്നതോടുകൂടി ടൂറിസം, വ്യാപാരം, ഗതാഗതം എന്നീ മേഖലയിൽ ഉണ്ടാകുന്ന ഉണർവ് ഓട്ടോ ടാക്സി മേഖലയ്ക്കും സാമ്പത്തിക ഉയർച്ച നേടിക്കൊടുക്കും. ജനകീയ ബഡ്ജറ്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് കട്ടപ്പനയിൽ സംഗമം നടത്തിയത്. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ജില്ലാ സെക്രട്ടറി MC ബിജു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നാം കട്ടപ്പനക്കാരായിട്ടുള്ള നമ്മളിവിടെ ഈ ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയുടെ പൂച്ചെണ്ടുകളാണ് അർപ്പിക്കുന്നത്. ഇപ്പോൾ തുരങ്കപാത അത് ഈ കേരളത്തിൽ കട്ടപ്പനയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വരുന്ന തുരങ്കപാത ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്ന രൂപത്തേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് നമുക്ക് ഏരിയ സെക്രട്ടറി PM സുരേഷ്, പ്രസിഡന്റ് ഫൈസൽ ജാഫർ, വിവിധ യൂണിറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.